പെപ്പറയുടെ ഗോളിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല ഗോളായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ഗോൾ കയറാനുള്ള ഒരു നാരോ പോയിന്റ് ആയിരുന്നു. ആ പോയിന്റ് കൂടിയാണ് അവർ ഗോൾ അടിച്ചിരിക്കുന്നത്. കറക്റ്റ് എന്താ പറയുക, ഒരു ബോളിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മൾ വിഷയം. 0 ഡിഗ്രി ആംഗിളിലായിരുന്നു ഗോൾ അടിച്ചത്. പക്ഷേ അവർ സ്കില്ല് വേണം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ചെറിയൊരു ഡിഫറൻറ്റ് ആയിരുന്നു. കാരണം മുംബൈയിൽ നിന്ന് കളിച്ച ടാക്ടിക്സ്, അതായത് പീറ്റർ ക്രാക്ടീൻ്റെ ടാക്ടിക്സ് വേറെ ആയിരുന്നു. അതിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനസ്സിലാവും. ഫസ്റ്റ് ഹാഫത്തെ കളി കണ്ടവർക്ക് ഏകദേശം ഓൾമോസ്റ്റ് മനസ്സിലുണ്ടാവും. അവരെ ജസ്റ്റ് ഒരു ഡ്രോ കിട്ടി കഴിഞ്ഞാൽ സെമി കയറുന്ന ഒരു ടീമാണ്. അവർ ഡ്രോ കിട്ടാം. ഒരിക്കലും ഒരു ടീം കളിക്കുന്ന സമയത്ത് ഒരിക്കലും ഡ്രോ കിട്ടാൻ വേണ്ടി കളിച്ച് കയറില്ല. ഒരു വിൻ കിട്ടാൻ വേണ്ടി ആദ്യം കളിക്കണം. ഇവർ കളിക്കുന്ന കേരളത്തിലൊന്നും പോകാനില്ല, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്ക് കളിച്ച് എങ്ങനെയെങ്കിലും വിന്നായാൽ 3 പോയിന്റ് കിട്ടിയാൽ കിട്ടി. ഇവർ ഡ്രോക്ക് വേണ്ടി മാത്രം കളിക്കുക. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഡ്രോക്ക് വേണ്ടി. അവസാനം അവർക്ക് തന്നെ പണി കിട്ടി, പീറ്റർ ക്രാക്ടർക്ക് തന്നെ പണി കിട്ടി. പിന്നെ നമ്മൾ ഹോം മാച്ച്, എവേ മാച്ച് മുംബൈയിൽ പോയി കണ്ടതാണ്. അവിടുത്തെ അവരുടെ ഫാൻസിൻ്റെ ഇതായാലും കോച്ചിങ് സ്റ്റാഫിൻ്റെ ഇതായാലും ഞാനും റബാങ്ങോടും മുംബൈയിൽ കളിയാണ്. അപ്പോൾ അവരെ ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡ് അവിടെ കാണിക്കുന്ന. ഇപ്പോൾ നമ്മളെ ബാംഗ്ലൂർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയില്ലേ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുംബൈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയാണ്. കാരണം എവേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അനുഭവിച്ച ഫീലിങ്സ് ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ക്രൗഡായാലും അവിടുത്തെ ഫാൻസ് ആയാലും അവിടുത്തെ പ്ലേയേഴ്സ് നമ്മളോട് ഭയങ്കരമായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ എവേ ഫാൻസ് അല്ലേ, അപ്പം അത് ഒരു നല്ലൊരു മധുര പ്രതികാരം നമുക്ക് ഇവിടുന്ന്